ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ട് 10 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിൽ ഞാൻ ശംഖുപുഷ്പമാണ് ഇട്ടത്. ശംഖുപുഷ്പം ഒരു 5 എണ്ണം. ഇത് 2 ഇല്ലി ശംഖുപുഷ്പമാണ് ഉണ്ടായത്. ശംഖുപുഷ്പം പ്രത്യേകത ഉണ്ട്. ശംഖുപുഷ്പം 2 പൂവുണ്ടാവും ഇതിൽ. ഒരു പൂവല്ല 2 പൂവായിട്ട് വരും. ഒരു പൂവ് പറയുമ്പോൾ 2 ഇല്ലി വരുള്ളൂ. ഇത് 2 ഇല്ലിയുള്ള ശംഖുപുഷ്പമാണ്. ഇത് അരച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഹെൽത്തിന് നല്ലതാണ്. മക്കൾക്ക് എല്ലാവർക്കും വയറിന് വളരെ നല്ലതാണ്. ഒരു 50 ഗ്രാമിന് ഇന്നത്തെ റേറ്റ് 100 രൂപയാണ്. എന്ത് ഈ ശംഖുപുഷ്പത്തിൻ്റെ റേറ്റ് 50 ഗ്രാമിന്. ഗ്രീൻ ടീകളും വില കൂടുതലിടുന്നു ഇതിന്. അത്രയ്ക്കും വില കൂടിയ സാധനമാണ്. ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. വയറ്റിലെ കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാൻ, പഠിക്കാൻ ബുദ്ധി ഉണ്ടാവാൻ, ബോഡിക്ക് വളരെ നല്ല സാധനമാണ് ശംഖുപുഷ്പം. നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ഇത് ഉണക്കി പൊടിച്ചത് കിട്ടുന്നുണ്ട്. 50 ഗ്രാമിന് 100 രൂപയാണ് വില. കടയിൽ മേടിക്കാൻ കിട്ടും. ഗ്രീൻ ടീയേക്കാളും വില കൂടിയ സാധനമാണ് ഇന്ന് ശംഖുപുഷ്പം. ഇത് അരച്ചുകൊണ്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത്. ഓക്കേ, പുഷ്പം അരച്ച ദോശ മാവാണ്. ഒരു ബ്ലൂ കളറാണ് കിട്ടുക, വൈലറ്റ് കളർ. വൈലറ്റ് കളറാണ് ശംഖുപുഷ്പം അരച്ച ദോശ മാവാണ്. കുട്ടികൾക്ക് ഈ ദോശ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന്. ശംഖുപുഷ്പം അരച്ചിട്ടാണ് ദോശ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദോശ ചെയ്ത് കാണിക്കണം. ഓക്കേ, നീല കളറാണ് കേട്ടോ ശംഖുപുഷ്പം അരച്ച കാരണം. ദോശമാവ് വെളുത്തിട്ടല്ല മാവിരിക്കുന്നത്. മാവിൻ്റെ കളർ നോക്കൂ, നീല കളറാണ് മാവിന്. അത് ദോശയും നീല കളർ ദോശയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കൂ. നീല കളർ ദോശയാണിത്. ശംഖുപുഷ്പം അരച്ചിട്ടുള്ള ദോശയാണ്. വളരെ നല്ലതാണ് ഹെൽത്തിന്. കുട്ടികൾക്കെല്ലാം ശംഖുപുഷ്പം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അരച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കുക. വളരെ നല്ലതാണ്. ഓക്കെ, ഈ ഡിസൈൻ അടിച്ച് കൊടുത്തവർക്ക് കാണാൻ ഇഷ്ടപ്പെടും. പലതരം ഡിസൈൻ ചെയ്യാം. ഞാനിന്ന് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നീല കളറിൽ ഇങ്ങനെ വളരെ ഭംഗിയായിട്ടുണ്ട്. മക്കൾക്കൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ദോശ ചുട്ട് കൊടുക്കും. ഓക്കെ, നീല കളർ ദോശയാണ് കേട്ടോ. കളർ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. വെളിച്ചം ഇതിൻ്റെ ഇതാണ്. പക്ഷേ നീല കളർ ദോശയാണ്. ശംഖുപുഷ്പം അരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഡിസൈനും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യും. ഓക്കെ, ശംഖുപുഷ്പം അരച്ചിട്ട് ദോശമാവിൽ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എങ്ങനെയല്ല ചെയ്ത് കൊടുക്കുക. വളരെ നന്നായി ഇഷ്ടപ്പെടും. അവർ കഴിക്കുകയും ചെയ്യും. കണ്ണ് മൂക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ദോശ ചുട്ടതാണ്. കുട്ടികൾക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്യുക എല്ലാവരും. കുട്ടികൾക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കുക. ഹെൽത്തിനും നല്ലതാണ്. ഇപ്പോൾ ഇത് ബ്ലൂ കളർ ദോശയാണ്. കണ്ണൊക്കെ തിന്നാ ദോശയുടെ നല്ല ഭംഗിയുണ്ടാകുന്നുണ്ട് ദോശ. ദേവുവിന് ചെയ്തതാണ് അമ്മമ്മ സ്പെഷ്യൽ ദോശ. നല്ല ഭംഗി ടേസ്റ്റ് ഉണ്ടാ. ശരി ശരി. ദോശയുടെ ഇതിൻ്റെ കാലും കണ്ണും ഒക്കെ അവൾ കഴിച്ചു.